ഹലോ, അപ്പോൾ എല്ലാവർക്കും മറിയം വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു ഫിഷ് ഫ്രൈ ആണ്. നമ്മൾ കോഴിക്കോടേക്ക് പോയ സമയത്ത് അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയ സമയത്ത് അവിടെ ഉണ്ടാക്കി തന്ന അവിടെ നമ്മൾ ഓർഡർ ചെയ്ത ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ചോദിച്ച് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് മീൻ നല്ല ഡാക്ലി മീനൊന്നല്ല, നമ്മുടെ സ്വന്തം മാമൻ്റെ വീട്ടിൽ മത്സ്യകൃഷി ഉണ്ട്. അപ്പോൾ അവിടുന്ന് മീൻ കൊണ്ടിച്ചതാണ്. അപ്പോൾ നമുക്ക് ഒരു വാളയും അതുപോലെ 2 സിലോപ്പിയ മീനുമാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല വൃത്തിയാക്കി കഴുകി കഷ്ണങ്ങളാക്കിയിട്ട് കഴുകിയെടുക്കുക. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിലേക്കായിട്ട് ആദ്യം ഒരു 5 ചെറുള്ളി എടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ബൾബ് വെളുത്തുള്ളിയും കൂടി എടുക്കുന്നുണ്ട്. കുറച്ച് പെരിഞ്ജീരകം കൂടി ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഇച്ചിരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. 2 പച്ചമുളക് ഇടുന്നതുകൊണ്ട് കുറച്ചേ ചേർക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു ഇച്ചിരി ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ, അരപ്പിൽ ചേർത്ത് കഴിഞ്ഞാൽ വറുക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണ അങ്ങനെ വറ്റിപ്പോവില്ല. അതുകൊണ്ട് ഇച്ചിരി ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ അരപ്പ് ഓരോ മീൻ കഷ്ണങ്ങളിലും ഇട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എല്ലാ വശത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നമ്മളെല്ലാ മീനിൻ്റെ കഷ്ണങ്ങളിലും നമ്മുടെ അരപ്പ് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കത് വറുത്തെടുക്കാം. ഏകദേശം 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് വറുത്തെടുക്കാനായിട്ട് ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഇച്ചിരി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കത് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു വശം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റേ വശം കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ പീസിനെയും കൂടി ഇതുപോലെ മറിച്ചിടാം. രണ്ട് സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല മണമാണ് ഫ്രൈ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നത്. എല്ലാവർക്കും കഴിക്കാൻ തോന്നും. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക.